ടാറ്റു ചെയ്യുകയെന്നത് ഇപ്പോഴൊരു ട്രെൻഡാണ്. എന്നാൽ അനധികൃതമായി യാതൊരുവിധ നിയന്ത്രണങ്ങളുമില്ലാതെ പ്രവർത്തിക്കുന്ന ടാറ്റു സംഘങ്ങൾ വളരെ സജീവവുമാണ്. റിപ്പോർട്ടർ ചാനലിൽ വന്നൊരു ന്യൂസാണ്. കൊച്ചി മറൈൻ ഡ്രൈവിൽ ഇരുന്ന് കുറെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇരുന്ന് ടാറ്റു ചെയ്യുന്നു, അനധികൃതമായി ടാറ്റു ചെയ്യുന്നു. അപ്പോൾ അതിനെപ്പറ്റി അധികാരികളൊന്നും ഇടപെടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു റിപ്പോർട്ടാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും ഇതിനെപ്പറ്റിയുള്ള ന്യൂസുകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിനെപ്പറ്റി ഒരു ആക്ഷൻ എടുക്കാനായിട്ട് തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ പറഞ്ഞു വിടുന്ന ആളുകൾ പിന്നെയും വന്നിരുന്ന് ചെയ്യുന്നു, അല്ലെങ്കിൽ വീണ്ടും ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട്, പ്രത്യേകിച്ച് കൊച്ചിയിലെ സാഹചര്യം വെച്ചിട്ട് എയ്ഡ്സ് രോഗികളുടെയൊക്കെ എണ്ണം വല്ലാതെ കൂടി വരുന്നുണ്ട്. ടാറ്റു ചെയ്യണതും അതിന്റെ ഒരു ഭാഗമായി വരുന്നുണ്ടോ എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ തീരെ അൺഹൈജീനിക്കായി നീഡിൽ പോലും മാറാതെ ഒരേ ഇൻക്യാപ്പിൽ നിന്ന് ഇങ്ങെടുത്ത് ഇങ്ങനെ ടാറ്റു ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിനെപ്പറ്റി എന്താണോ ചെയ്യേണ്ടത് ഏറ്റവും പെട്ടെന്ന് തന്നെ ആക്ഷൻസ് എടുക്കണം എന്നുള്ളതാണ് ഒരു റിക്വസ്റ്റ്. അപ്പോൾ നമ്മളൊരു പ്രോപ്പർ സ്റ്റുഡിയോ റൺ ചെയ്യണതിന് തന്നെ ഒരുപാട് നോംസും ഫോർമാലിറ്റീസും ഉണ്ട് ഒരു സ്റ്റുഡിയോന് ടാറ്റു സ്റ്റുഡിയോന് ലൈസൻസ് കിട്ടാനായിട്ട്. അപ്പം അത്രയും സീരിയസ് ആയിട്ട് ഒരു സൈഡിൽ കൂടി നിങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോഴത്തേനും അപ്പുറത്തെ സൈഡ് കംപ്ലീറ്റ്ലി ഇങ്ങനെ ഒഴിവാക്കുന്നത് തികച്ചും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് അനുവദിച്ചുകൂടാ തീരെ. അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനലിന്റെ വേറൊരു ന്യൂസ് കൂടി കണ്ടായിരുന്നു. ഇവിടെ തന്നെയുള്ള ഒരു സ്റ്റുഡിയോയിൽ ഹൈജീനെ പറ്റി സംസാരിച്ചിട്ടുള്ള ഒരു വീഡിയോ. അപ്പോൾ അതിൻ്റെ അകത്ത് നോക്കുമ്പോഴാണെങ്കിലും തന്നെ പ്രോപ്പർ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. നമ്മൾ എല്ലാ എക്യുപ്മെന്റ്സും എല്ലാ വർക്ക് സ്റ്റേഷനും ഇതെല്ലാം പ്രോപ്പർലി റാപ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഒരു ക്രോസ് കണ്ടാമിനേഷൻ വരാനുള്ള സാഹചര്യങ്ങൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കേണ്ടതാണ്. ഒരു ഉദാഹരണമായിട്ടൊരു സ്റ്റുഡിയോ കാണിക്കുമ്പോഴത്തേനും പ്രോപ്പറായിട്ടൊരു എഡ്യൂക്കേഷനാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. റിപ്പോർട്ടർ ചാനലിനോടാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ രീതിയിലുള്ള അഡ്വൈസ് എങ്ങനെയായിരിക്കണം ഒരു പ്രോപ്പർ രീതിയിൽ ഇത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, ഒരു ടാറ്റു എങ്ങനെയാണ് ഹൈജീനിക്കായിട്ട് ഏറ്റവും ഹൈജീനിക്കായിട്ട് എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ അഡ്വൈസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട്, വളരെ നല്ല സ്റ്റുഡിയോകളുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു ഹാഫ് വേ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ച് കൺഫ്യൂസ് ചെയ്യാതിരിക്കുക. ഞാൻ ആദ്യം സംസാരിച്ച കാര്യം, വഴിയരികിൽ ഇരുന്ന് ടാറ്റു ചെയ്യുന്നതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ സ്വീകരിക്കണം. ആ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ കോർപ്പറേഷനോ അല്ലെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനോ ഇത് റിഗാർഡിംഗ് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്ത് അഡ്വൈസ് വേണമെങ്കിലും ചെയ്യാൻ നമ്മളും റെഡിയാണ്. അതിന് കപ്പാസിറ്റി ഉള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളും സ്റ്റുഡിയോകളും ഇവിടെ തന്നെയുണ്ട്. എത്രയും പെട്ടെന്ന് ഇതിനെതിരായിട്ടൊരു നടപടി ഉണ്ടാവുമെന്ന്, ശക്തമായിട്ടുള്ളൊരു നടപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.